ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഗോഗോലാൻഡിലേക്കാണ്. എൻട്രി ഗേറ്റ് കഴിഞ്ഞ് കുറച്ചധികം പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കാനുണ്ട്. വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോട്ടിലേക്കാണ് യാത്ര. അതിനായി ആൾ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ ബോട്ടിൽ കയറി നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ആൻഡ് റിസോർട്ട് ഏരിയയിലേക്ക് പോവുകയാണ്. ബോട്ടിലെ കാഴ്ച അതിമനോഹരമാണ്. രണ്ട് സൈഡിലും നിങ്ങൾക്ക് കാണാം, നല്ല അതിമനോഹരമായ കാഴ്ചയാണ് ബോട്ട് യാത്ര. അവിടെ നിന്ന് ഇറങ്ങി കുറച്ചധികം നടക്കാനുണ്ട്. അങ്ങനെ ആ പാതയിലൂടെ നടക്കുമ്പോൾ വളരെ പ്രകൃതി രമണീയമായ കാഴ്ചയാണ് കാണുന്നത്. അതായത് രണ്ട് സൈഡും പച്ചപ്പ് നിറഞ്ഞ വൃക്ഷങ്ങളാലും ചെടികളാലും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതിനോടൊപ്പം വള്ളത്തിൽ യാത്ര ചെയ്യുന്നവരെയും അതോടൊപ്പം താമര പൊയ്കയും നിങ്ങൾക്ക് കാണാം. വളരെ മനോഹരമായിരുന്നു ആ ഒരു യാത്ര. അങ്ങനെ കുറച്ചധികം നമുക്ക് നടക്കാനുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് എത്താറായി. കുറച്ചുകൂടെ നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു വഴി എന്ന് പറയുന്നത് വളരെ ഒരു പ്രകൃതി രമണീയമായ വഴി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം താറാവ് കൂട്ടങ്ങളെ. വളരെ മനോഹരമായിരുന്നു ആ ഒരു കാഴ്ച, ആ താറാവ് കൂട്ടങ്ങളുടെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ അതും കണ്ട് മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാർക്ക് എത്തി. ഇവിടെ കാണാൻ കഴിഞ്ഞത് വളരെ മനോഹരമായ പാർക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം കുട്ടികൾ, വലിയവർ, ഫാമിലി എല്ലാവരും ഇവിടെ പാർക്കിൽ വന്ന് ആസ്വദിക്കുന്നുണ്ട്. ചിലർ സ്റ്റേ ചെയ്യുന്നുണ്ട്, ചിലർ ഡേ പാക്കേജ് എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരുടെ സീറ്റിൽ ഊഞ്ഞാലാടുന്നതും പൂളിലേക്കും ഉള്ള യാത്രയൊക്കെ വളരെയധികം കൗതുകകരമായിരുന്നു. പൂളിലേക്ക് ഒരുപാട് നേരം നമ്മൾ ആസ്വദിച്ചു. കാരണം വളരെ ഹൈജീനിക്കായിരുന്നു പൂളെന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും ഒത്തുള്ള ഒരു യാത്ര വളരെയധികം ആസ്വദിച്ച് ഞങ്ങൾ ഒരുപാട് നേരം പൂളിൽ നിൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാണാം ഒരുപാട് പേര് അവിടെ ഫാമിലി ആയിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ കാണുന്നത് ഫിഷ് സ്പായാണ്. അപ്പോൾ നമ്മുടെ കാല് അവിടെ ഇരുന്നിട്ട് നമ്മുടെ കാല് വെള്ളത്തിലോട്ട് വയ്ക്കുമ്പോൾ മീനുകൾ നമ്മുടെ കാലിൽ വന്ന് നമ്മുടെ കാലിൻ്റെ അടുത്തേക്ക് വരും. ചെറിയതായിട്ട് ഇക്കിളിയാകും. പക്ഷേ നമ്മളത് വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കാലിൻ്റെ അടുത്തേക്ക് മീനുകളെല്ലാം കൂടി വന്ന് എനിക്ക് കാണാം. അതെല്ലാം കൂടെ വരികയാണ്. ഇപ്പോൾ അതാണ് ഫിഷ് സ്പാ എന്ന് പറയുന്നത്. അതും വളരെ കൗതുകകരമായിരുന്നു. കാരണം മീനുകളെല്ലാം നമ്മുടെ കാലിൽ വന്ന് തട്ടുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ കാല് വലിച്ചു പോകും. കാരണം നമ്മുടെ ഒരു നമുക്ക് ഇക്ലയാവുന്ന രീതിയിലൊരു ഫീലാണ് അവിടെ ഉണ്ടാകുന്നത്. എന്നാൽ അതൊരു വളരെ രസകരമായ ഒരു കൗതുകകരമായ വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു. നിറയെ മത്സ്യങ്ങൾ അവിടെ ഉണ്ട്. കുഞ്ഞു മത്സ്യങ്ങളാണ്. അതെല്ലാം നമ്മുടെ കാലിൽ വന്ന് തൊട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഫിഷ് സ്പാ വളരെയധികം നല്ലതായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ അടുത്ത പാർക്കിംഗ് ഏരിയയിലേക്ക് പോയായിരുന്നു. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനും കുട്ടികൾക്കെന്നല്ല വലിയവർക്കും ഒക്കെ നമുക്ക് ഒരുപാട് ആസ്വദിക്കാനൊക്കെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഏരിയാസും ഉണ്ട്. അത് ത്തിനും കയറാനായിട്ട് എനിക്ക് എത്രമാത്രം ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട് ധൈര്യമുള്ളവർക്ക് എല്ലാത്തിലും കയറാനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡേ പാക്കേജിന് അവർ ഫുഡ് ഫ്രീ ആയിട്ടായിരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചിക്കൻ ബിരിയാണിയാണ് ഫുഡ് നമുക്ക് തന്നത്. വളരെ നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പാർക്ക് ഏരിയയിലേക്ക് പോയായിരുന്നു. അപ്പോൾ അവിടെ വീണ്ടും വെള്ളത്തിൻ്റെ പാർക്കാണ് അവിടെ ഏറ്റവും രസകരമായി തോന്നിയത്. പൂളിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു. കാരണം വെള്ളവും നല്ല ഹൈജീനിക്കായിരുന്നു. ഞങ്ങൾ പോയ ദിവസം അധികം ആളില്ലാത്തത് കൊണ്ടും ഹൈജീനിക്കായിട്ടുള്ള വാട്ടറായിട്ട് തോന്നിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് നേരം ആ ഒരു വെള്ളത്തിൻ്റെ പാർക്കിലാണ് കൂടുതൽ നേരം നിൽക്കാൻ തോന്നിയത്. കാരണം മറ്റെല്ലാ ഇതിനെക്കാട്ടിയും കൂടുതൽ അവിടെ കൗതുകകരവും രസകരവുമായും തോന്നിയത് ആ വെള്ളത്തിൻ്റെ പാർക്ക് തന്നെയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അധികം തന്നെ അവിടെ ഫാമിലിയായി നിന്നു. വെള്ളത്തിൻ്റെ പാർക്ക് നല്ലവണ്ണം എൻജോയ് ചെയ്തു. നമ്മളൊരു
മാനസിക സന്തോഷത്തോടെ ആണ് അവിടെ നിന്നത്. എനിക്ക് കാണാൻ വളരെയധികം രസമായിരുന്നു അവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. മ്യൂസിക് ഇട്ട് എല്ലാവരും ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നു. പിന്നെ അവിടെ ഒരു സന്തോഷമെന്ന് പറഞ്ഞാൽ കുട്ടികളും വലിയവരും എല്ലാവരും ഒരുപോലെ, കൊച്ചു കുട്ടികൾ വരെ ആ വെള്ളത്തിലിറങ്ങി വന്നു എന്നുള്ളതാണ് അത്ഭുതകരമായ കാഴ്ച. അവിടെ ഒരു പേടി ആർക്കും തോന്നുന്നില്ല. ഈ പേടി തോന്നിയത് എനിക്ക് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. കാരണം മറ്റുള്ളവരെല്ലാം വളരെ കൂളായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇത് കുട്ടികളുടെ ജീപ്പ് പോലത്തെ വെള്ളത്തിലുള്ളതും, പിന്നെ ഇത് കളിക്കാനുള്ള ഏരിയയാണ്. അവിടെ നമുക്ക് കാണാം. ഇതെല്ലാം റിസോർട്ട് ഏരിയയാണ്. റിസോർട്ട്, പിന്നെ ഊഞ്ഞാൽ, അഡൽറ്റിനും കുട്ടികൾക്കും ഒക്കെ പ്രത്യേകം സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ചെറിയ പാർക്കൊക്കെ അവിടെയുണ്ട്. ഇത് നമ്മുടെ പിന്നെ സിപ്പ് ലൈനിൽ കൂടെ ഉള്ള കാഴ്ച വളരെ ഭംഗിയായിരുന്നു. എനിക്കത് കയറാൻ പേടിയായിരുന്നു. ഒരുപാട് പേര് അതിനകത്ത് കയറുന്നുണ്ടായിരുന്നു. ഞാൻ ബെൽറ്റ് വരെ ഇട്ടായിരുന്നു, എന്നിട്ട് കയറാതെ തിരിച്ചിറങ്ങിയായിരുന്നു. പിന്നെ ഇതുപോലെയുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതിൽ പേടിയില്ലെങ്കിൽ നമുക്ക് വളരെ രസകരമായി എൻജോയ് ചെയ്ത് നിൽക്കാവുന്നതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ആർച്ചാണ്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് അതിൻ്റെ ആ ഒരു ആരോ വരണം. അതാണ് അതിൻ്റെ ഗെയിമെന്ന് പറയുന്നത്. അപ്പോൾ അതൊരുപാട് പ്രാവശ്യം ഇട്ടിട്ട് ലാസ്റ്റ് ഞാനത് വിജയിച്ചു. ലാസ്റ്റായിട്ടത് സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ആ ഒരു ഗെയിം വളരെ വിജയകരമായി പൂർത്തീകരിച്ചു. നടുക്ക് നിങ്ങൾക്ക് കാണാം, നടുക്കായിട്ട് ആർക്ക് വന്നു. പിന്നെ നമ്മൾ ആ പാർക്കിൻ്റെ വേറെ ഏരിയസ്, ഇതൊക്കെ റിസോർട്ടാണ് നിങ്ങൾ കാണുന്നത്. ചെറിയ ഹട്ട് പോലത്തെ റിസോർട്ട്സ് അവിടെയുണ്ട്. പിന്നെ ഇങ്ങനത്തെ റിസോർട്ട്സ് അവിടെയുണ്ട്. ഇത് നമ്മുടെ കാളക്കുട്ടനാണ്. ഇത് ബുൾ റൈഡാണ്. ഇതിൽ കയറുകയാണെങ്കിൽ ആ ബുള്ള് നല്ലവണ്ണം കുലുങ്ങി നമ്മുടെ തട്ടിയിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ വെള്ളത്തിൻ്റെ റൈഡിലൊക്കെ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഇതിനകത്ത് കയറ്റത്തില്ല, അല്ലെങ്കിൽ അതിനകത്ത് കയറിയേനെ. ഞങ്ങളതിനകത്ത് കയറിയില്ല. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഉള്ള ഗെയിമാണ്. ഇത് നമ്മളെ തട്ടിയിടും. നമ്മൾ അത് തട്ടാത്ത രീതിയിൽ നമ്മളത് മാറണം. അതാണ് അതിൻ്റെ കളി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗെയിം വളരെ രസകരമായിരുന്നു. പിന്നെ ഇത് സോപ്പാണ്. സോപ്പിൽ നമ്മൾ ഫുട്ബോൾ കളിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് പേര് അതിനകത്ത് സോപ്പിൽ വളരെയധികം തെന്നും വളരെ ശ്രദ്ധിച്ച് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. പിന്നെ സിപ്പ് ലൈനിൽ കൂടെയുള്ള യാത്രയാണ്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ട് നമുക്ക് തോന്നും. പിന്നെ ഇത് ഊഞ്ഞാലാണ്. ഊഞ്ഞാൽ എനിക്ക് കാണാൻ വളരെ എൻജോയ് ചെയ്ത് ചിലരൊക്കെ ഇരുന്ന് കാണുന്നു. ഇത് തലകുത്തനെ മറിയുന്ന ഊഞ്ഞാൽ പോലത്തെ ഒരു വളയമാണ്. ഇതിനകത്ത് വളരെ രസകരമാണ്. ഇത് അവർ ക്യാമ്പ് ഫയറിനായിട്ട് സെറ്റ് ചെയ്യുകയാണ്. കാരണം അവിടെ സ്റ്റേ ഉള്ളവർക്കായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ റിസോർട്ടുകൾ, കാട്ടിൻ്റെ ഇടയിലേക്ക് റിസോർട്ടുകളൊക്കെ കാണാം നിങ്ങൾക്ക്. ഇവിടെ ഒരു റിസോർട്ട് കാട്ടിൻ്റെ ഇടയിലോട്ട് നിങ്ങൾക്ക് കാണാനുണ്ടോ? കാട്ടിൻ്റെ ഇടയിലേക്ക് ഒരു റിസോർട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വനമേഖലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നല്ലതാണ്. പിന്നെ നമ്മൾ തിരിച്ച് പോകുന്ന യാത്രയാണ് നിങ്ങൾ കാണുന്നത്. തിരിച്ച് പോകുന്ന ആ ഒരു വഴി വീണ്ടും അവിടെ നമ്മൾ കണ്ടിട്ടില്ല ഈ പക്ഷി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ വന്നതുപോലെ തിരിച്ച് ബോട്ടിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ കാണുന്നത്. വളരെ രസകരമായിരുന്നു ആ ബോട്ട് യാത്ര എന്ന് പറയുന്നത്. വളരെയധികം എൻജോയ് ചെയ്തു. അങ്ങനെ ബോട്ടിൽ നിന്നും വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയയിലേക്ക് തിരിച്ച് ബോട്ടിൽ നിന്നും ഇറങ്ങിയാണ്. പിന്നെ നമുക്ക് ഈവനിങ്ങിൽ 4 മണിയാകുമ്പോൾ ചായയും സ്നാക്സും ഡേ പാക്കേജിൽ തരുന്നുണ്ട്. പിന്നെ സ്റ്റേ ചെയ്യുന്നവർക്ക് അവരുടെ പ്രൈവറ്റ് പൂളും അതുപോലെ തന്നെ അവർ പ്രത്യേകം റിസോർട്ട് ഏരിയയും ഉണ്ട്. പിന്നെ സ്റ്റേ ചെയ്യുന്നവർക്കാണ് അവർ ക്യാമ്പ് ഫയർ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം. കൂടുതൽ ഇതുപോലെയുള്ള കൗതുക കാഴ്ചകൾക്കായി ചാനൽ ഫോളോ ചെയ്യൂ.